ബീഹാറിലെ ഔറംഗാബാദ് ജില്ലയിലുള്ള വളരെ പ്രശസ്തമായ ഒരു സൂഫി തീർത്ഥാടന കേന്ദ്രം ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ്. ഇവിടെ നിന്ന് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ താടിയിലെ മുടിയുടെയും കല്ലിൽ പതിഞ്ഞ പാദമുദ്രയും കണ്ടെത്തിയെന്ന് വിവരങ്ങൾ. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിൽ രാജ്യവ്യാപകമായി നടക്കുന്ന ഞാൻ ഭാരതം സർവേയുടെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയതിൽ തുടർന്നാണ് നൂറ്റാണ്ടുകളായി അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഈ അപൂർവ തിരുശേഷിപ്പുകളെക്കുറിച്ച് പുറം ലോകം അറിയുന്നത്. കൂടാതെ 1200 വർഷം പഴക്കമുള്ള വിശുദ്ധ ഖുർആന്റെ അപൂർവ കൈയെഴുത്ത് പ്രതിയും ഇവിടെ നിന്നും കണ്ടെത്തി. ഔറംഗാബാദ് ജില്ലയിലെ ഹസ്പുരയിലുള്ള ഖാൻവാക് മുഹമ്മദിയ ഖാദ്രിയ എന്ന സൂഫി കേന്ദ്രത്തിലാണ് ഈ ചരിത്ര ശേഖരങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക ശിലാഫലകത്തിൽ കൊത്തിവെക്കപ്പെട്ട രൂപത്തിലാണ് പ്രവാചകന്റെ പാദമുദ്ര ഇവിടെയുള്ളത്. പ്രവാചകൻ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന അനുയായികൾ ആദരസൂചകമായി കല്ലിൽ കൊത്തിവെച്ച പാദമുദ്രയാണിത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മകൾ ഫാത്തിമ അൽ സഹ്റ ഉപയോഗിച്ചിരുന്ന ഒരു സുജാനി, അതായത് ഷോൾ, പ്രവാചകന്റെ കൊച്ചുമക്കളായ ഇമാം ഹസനും ഇമാം ഹുസൈനും ഉപയോഗിച്ചിരുന്ന ഗുൽബദ്, അതായത് മഫ്ലറുകൾ, ഇതുകൂടി ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ചരിത്രരേഖകൾ പ്രകാരം ഹിജ്റ 846 ബാഗ്ദാദിൽ നിന്നും ഇന്ത്യയിലെത്തിയ പ്രശസ്ത സൂഫി വര്യൻ ഹസ്രത്ത് സൈദാന മുഹമ്മദ് ജീലാനി അംജരി ബാഗ്ദാദി ഖാദ്രി വഴിയാണ് ഈ തിരുശേഷിപ്പുകൾ ബീഹാറിലെ അംജറിൽ എത്തുന്നത്. അദ്ദേഹം തന്റെ ജീവിതകാലത്ത് ഈ പുണ്യവസ്തുക്കൾ അതീവ ജാഗ്രതയോടെ സംരക്ഷിച്ചു പോന്നു. 130 വർഷത്തോളം ജീവിച്ചിരുന്ന അദ്ദേഹത്തിന്റെ പരമ്പരയിൽ ഉള്ളവരാണ് ഇപ്പോൾ ഈ ശേഖരങ്ങൾ വളരെ പൊന്നുപോലെ സൂക്ഷിക്കുന്നത്. വിവരമറിഞ്ഞ ആളുകൾ തടിച്ചുകൂടുമെന്നോ അല്ലെങ്കിൽ അധികൃതർ ഇവിടെ നിന്ന് ഇത് മാറ്റുമെന്നോ ഉള്ള പേടി കാരണമാണ് ഖാൻകാക് ഭാരവാഹികൾ ഇതുവരെ രഹസ്യമായി സൂക്ഷിച്ചിരുന്നത് എന്ന് ഔറംഗാബാദ് ജില്ലാ സാംസ്കാരിക ഓഫീസർ വ്യക്തമാക്കി. ഉദ്യോഗസ്ഥർ പൂർണ്ണ സുരക്ഷ ഉറപ്പു നൽകിയതോടെയാണ് തങ്ങളുടെ ശേഖരത്തിലുള്ള ഈ വസ്തുക്കളെക്കുറിച്ച് ഇവർ പുറം ലോകത്തെ അറിയിച്ചത്. പലപ്പോഴും ബുദ്ധമതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇത്തരം തിരുശേഷിപ്പുകളെ കുറിച്ചുള്ള വിവരങ്ങൾ വരാറുണ്ട്. ഇത്തരത്തിൽ മുഹമ്മദ് നബിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിരുശേഷിപ്പുകൾ, അതും ബീഹാറിൽ ഇങ്ങനെ വളരെ അതീവ രഹസ്യമായി വളരെ പുണ്യമായി പവിത്രമായി സൂക്ഷിച്ചു പോരുന്നു എന്നുള്ള ആ വിവരങ്ങൾ ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും അജ്ഞാതമായി തുടർന്നിരുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലോകത്തിന് മുന്നിലേക്ക് എത്തുന്നത്. എന്തുകൊണ്ടും ഇങ്ങനെയൊരു വിവരം അറിയുമ്പോൾ ആ മതവിഭാഗവുമായി ബന്ധപ്പെട്ടവർ പ്രവാചകന്റെ ഈ തിരുശേഷിപ്പുകൾ കാണാൻ തടിച്ചുകൂടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ഭയത്തിൽ നിന്നാണ് ഇത് ഇതുവരെയും രഹസ്യമായി സൂക്ഷിച്ചിരുന്നത് എന്ന് അധികൃതർ പറയുന്നു. എന്നാലും ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുമ്പോൾ എന്തായാലും അവിടെ കൂടുതൽ ആളുകൾ ഇതിനെക്കുറിച്ച് അറിയാൻ എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തിരുശേഷിപ്പുകൾ എന്നും ചരിത്രത്തിന്റെ ഭാഗം മാത്രമല്ല, ജീവിച്ചിരുന്ന പ്രവാചകരുടെ, വിശുദ്ധരായ മനുഷ്യരുടെ സ്മരണ കൂടിയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.